നമുക്കറിയാം, നമ്മുടെ ഇടയിലെല്ലാം ഒരു സംസാര വിഷയമുണ്ട്. ക്രൈസ്തവരുടെ മാത്രമല്ല, അക്രൈസ്തവരുടെയും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഇടയിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം: ഇന്ന വ്യക്തികൾ ദൈവിക വിഷയമായി എന്തെല്ലാം നന്മകൾ ചെയ്തു, ദാനങ്ങൾ ചെയ്തു, എത്ര വലിയ 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 തുകകൾ ദൈവത്തിന് വേണ്ടി കൊടുത്തു, എങ്കിലും തലമുറകളിലേക്ക് ആ അനുഗ്രഹങ്ങൾ, പ്രതിഫലങ്ങൾ പ്രതിഫലിച്ച് കാണുന്നില്ലല്ലോ. ദിവസത്തിന് ദിവസം ബിസിനസ്സും ക്ഷയിച്ചു, വരുമാനങ്ങൾ തകർന്നു, തലമുറകളെല്ലാം നാനാ വഴിക്കും ചിതറി, പല അഭിപ്രായം, നിലനിൽക്കാത്തതായ ഒരു കുടുംബാന്തരീക്ഷം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. സദൃശ്യവാക്യം 22-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം: ദയാ കടാക്ഷമുള്ളവൻ അനുഗ്രഹിക്കപ്പെടും, അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതിക്ക് കൊടുക്കുന്നുവല്ലോ. ഇന്ന വ്യക്തി എന്നൊരു വിശ്വാസിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഗണങ്ങളിൽ പെട്ടവർക്ക് വേണ്ടിയോ എഴുതിയ വചനമല്ല. ദയാ കടാക്ഷമുള്ള ഏത് വ്യക്തി, അവൻ ആരുമായിക്കൊള്ളട്ടെ, അവൻ്റെ രക്തത്തിൽ ദയയും കരുണയും ആർദ്രതയും മനസ്സലിവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭവനത്തിന് അനുഗ്രഹം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. തലമുറകളും അതേ സ്വഭാവത്തിൽ നിലനിന്നാൽ അവരിലും അനുഗ്രഹം നിലനിൽക്കും. കൊടുക്കുന്നതിലല്ല, കൊടുക്കുന്ന സംഖ്യകളുടെയോ പ്രവൃത്തികളുടെ ശേഷിയുടെ വലിപ്പത്തെയോ ഊതി വീർപ്പിച്ചുള്ളതായ സാക്ഷ്യങ്ങളല്ല, അല്ലെങ്കിൽ മഹത്വത്തിന് വേണ്ടിയും പേരിന് വേണ്ടിയും പെരുമയ്ക്ക് വേണ്ടിയും അഭിമാനത്തിന് വേണ്ടിയും പ്രസിദ്ധിക്ക് വേണ്ടിയും ചെയ്തു കൂട്ടുന്നതായ പ്രകടനങ്ങളല്ല. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവം, ദയാ കടാക്ഷം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, വിധവയായ ഒരു സ്ത്രീ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ 2 കാശിട്ടതായ സംഭവം. ഓരോരുത്തരും വന്ന് ഭണ്ഡാരത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ ദാനങ്ങൾ അവിടെ ഓഫർ ചെയ്യുന്നത് യേശു ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടു നിന്നു. ഒടുവിൽ ഒരു വിധവ ഇതാ 2 കാശും കൊണ്ട് വരുന്നു. കർത്താവ് പറയുന്നു, അവളെ നോക്കുവീൻ, അനേകരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ധാരാളം ആ ഭണ്ഡാരം നിറച്ച്, അനേക നാണയങ്ങൾ കൊണ്ട് ആ ഭണ്ഡാരം നിറച്ചു. എങ്കിലും കണ്ണുനീരോടെ അവൾക്കുള്ളതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് അവൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത് സകലതും എടുത്തും കൊണ്ട് ഒരു വിധവയായ സ്ത്രീ ആ ഭണ്ഡാരത്തിൽ ഇടുന്നത് നിങ്ങൾ കണ്ടുവോ? അവളുടെ അനുഗ്രഹത്തെക്കുറിച്ച് ദൈവം കർത്താവ് സംസാരിക്കുന്നുണ്ട്. നോക്കൂ, നല്ല ശമരിയക്കാരനെ കുറിച്ച് നമുക്കറിയാം. കർത്താവ് ആ നല്ല ശമരിയക്കാരനെ കുറിച്ചുള്ള ഉപമ പ്രസ്താവിക്കയിൽ സത്രക്കാരന് കൊടുക്കുന്നതായ ഒരു ഉപദേശം: ഞാൻ നിന്നെ ഏൽപ്പിച്ചതായ ഈ രോഗി അല്ലെങ്കിൽ മുറിവേറ്റവനായ ഈ വഴിപോക്കൻ, അവനെ ശുശ്രൂഷിക്കുവാൻ ഇതാ 2 കാശ്. ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. ആ 2 കാശിൽ അടങ്ങിയിട്ടുണ്ട്. നിനക്കും നിന്റെ സത്രത്തിനും നടത്തിക്കൊണ്ടു പോകുവാനുള്ളതും നീ ചെയ്യുന്നതായ സകല സേവനങ്ങൾക്കും ആവശ്യമായിട്ടുള്ളതൊക്കെ, നിന്റെ ആത്മീകവും ഭൗമികവുമായിട്ടുള്ള ആവശ്യങ്ങളിലെല്ലാം അടക്കി ഭരിക്കത്തക്ക രീതിയിൽ 2 കാശ് അവന് കൊടുത്തു. അതിനുശേഷം അവനോട് പറയുന്നത്, ഇനിയും ഇത് തികയാതെ വന്ന് എന്തെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് നിനക്കുള്ളതിൽ നിന്ന് എടുത്ത് നീ ചെലവഴിച്ചാൽ അത് ഞാൻ തിരികെ വരുമ്പോൾ തരാം. 2 കാശിൽ നിന്ന് എടുത്തതിനും ചെലവഴിച്ചതിനുമല്ല. അത് നിന്റെ വിശ്വസ്തത, അത് ദൈവം നിനക്ക് പ്രശംസ, അത് വേറെ തരും. എന്നാൽ നിന്നോടുള്ളതായ കടങ്ങൾ തീർക്കുവാൻ നിനക്കുള്ളതിൽ നിന്ന്, നിന്റെ മേശപ്പുറത്ത് വിളമ്പിയതിൽ നിന്ന്, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെച്ചതിൽ നിന്ന് നീ എടുത്ത് അഗതിക്ക് വിളമ്പിയിട്ടുണ്ടെങ്കിൽ, വീതിച്ചിട്ടുണ്ടെങ്കിൽ, അഗതിയുമായി പങ്കിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തിരികെ വരുമ്പോൾ തരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യാക്കോബിനെ പോലെ ബിസിനസ് മൈൻഡഡ് അല്ല. ജേക്കബ് വാസ് എ ബിസിനസ് മാൻ റിയലി. ദൈവത്തോട് ജേക്കബ് തൻ്റെ ലാബാൻ്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യേ ദൈവത്തിന് ഒരു വലിയ ലിസ്റ്റ് കൊടുത്തു.
ഇന്ന രീതിയിൽ ഞാൻ പോകുന്നിടത്തൊക്കെ നീ എൻ്റെ കൂടെ വരണം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടെ ഇരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഒടുവിൽ കൊണ്ടുവന്ന് യാക്കോബിൻ്റെ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണ്. ഇങ്ങനെയെല്ലാം നീ ചെയ്താൽ നീ തരുന്നതിൻ്റെ 10% ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞാൽ 10 വാങ്ങിയിട്ട് 9 ഞാൻ എടുക്കും, ഒരെണ്ണം നിനക്ക് തരും. ഹി വാസ് ഡൂയിങ് ബിസിനസ്. ദൈവത്തിൻ്റെ ആലയത്തെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് എ ബിസിനസ് മാൻ. ലാബാന്റെ ഭവനത്തിൽ താമസിച്ചപ്പോൾ എല്ലാ പ്രവൃത്തിയിലും അവൻ ബിസിനസ്സാണ്, ലാഭകരമായ പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. തൻ്റെ സഹോദരനോട് സംസാരിക്കുമ്പോൾ ലാഭം, കൈക്കൂലി കൊടുത്തും സമ്മാനങ്ങൾ കൊടുത്തും കാര്യങ്ങൾ നേടുന്നവൻ, ലാഭം, അവിടെയൊക്കെയും അവൻ ബിസിനസ് ചെയ്യുന്നവനായിരുന്നു. പക്ഷെങ്കിൽ ദൈവം അവൻ്റെ ഉപായത്തിൻ്റെ പേര് മാറ്റി, ഉപായിയുടെ പേര് മാറ്റി കാലിനൊരു ഉളുക്ക് കൊടുത്തു. യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് അവനുമായിട്ട് മല്ലടിച്ചു. നീ ഇനിയും യാക്കോബായി തീരരുത്, നിന്റെ സന്തതികളും തലമുറകളും എനിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഗണങ്ങളായി മാറണമെങ്കിൽ നിന്റെ പേര് മാറ്റണം, നിന്റെ തൊഴിൽ മാറ്റണം, നിന്റെ ബിസിനസ് മൈൻഡ് മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദയാകടാക്ഷം എങ്ങനെ മനുഷ്യന് വരും. സ്വതവേ മനുഷ്യൻ ദയാകടാക്ഷമുള്ളവരല്ല. ചില മനുഷ്യർ മാത്രമേ ലോകത്തിൽ ദയാകടാക്ഷമുള്ളവരുള്ളൂ. അവരുടെ ജീവിതത്തിലെല്ലാം അവർ ദയാകടാക്ഷമുള്ളവരാണ്. നോക്കൂ, ലാസറേയും ധനവാനെയും നോക്കൂ. അവന് നല്ല ചില സ്വഭാവങ്ങൾ ധനവാനുണ്ടായിരുന്നു. നാറി പുഴുത്ത് നായ്ക്കൾ വ്രണങ്ങൾ നക്കുന്നതായ ഒരു ദരിദ്രൻ, ഒരു രോഗി അവൻ്റെ പടിവാതിക്കൽ കിടക്കുന്നത് ലാസർ സഹിച്ചു. അത് വലിയൊരു സഹനശക്തി തന്നെയാണ്. പക്ഷെങ്കിൽ അവനെ സമ്പത്തിനെ, അവൻ്റെ ആഹാരം കഴിക്കുമ്പോൾ അവൻ്റെ മുഖത്തോട്ട് നോക്കി യാചിക്കുന്നതായ ഒരു സ്വഭാവമുള്ള ഒരു യാചകൻ അവൻ്റെ വീട്ടിൽ കിടക്കുന്നത് അവൻ്റെ അഭിമാനമായിട്ട് അവന് തോന്നി. അതാണ് യേശു എടുത്തു പറഞ്ഞത്. ദൈവത്തിന് മഹത്വമുണ്ടാകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം ദയാകടാക്ഷമുള്ളവരായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ജന്മനാൽ നമുക്ക് ആ സ്വഭാവം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അനുഭവസ്ഥമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി അങ്ങനെ ഒരു രീതി നമുക്കില്ല എങ്കിൽ, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാണ്. He becomes a new creation. പഴയത് കഴിഞ്ഞുപോയി. ആർദ്രതയില്ലാത്ത, കരുണയില്ലാത്ത, മനസ്സലിവില്ലാത്തതായ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദയ തോന്നാത്തതായ സ്വഭാവം കഴിഞ്ഞുപോയി. ഇതാ ഒരു പുതിയ മനുഷ്യൻ. രോഗികളെ കണ്ടാൽ, കുഷ്ഠരോഗികളെ കണ്ടാൽ, അല്ലെങ്കിൽ പക്ഷപാത രോഗികളെ കണ്ടാൽ, കടമുള്ളവരെ കണ്ടാൽ, ആരുമില്ലാത്തവരെ കണ്ടാൽ മനസ്സലിയുന്ന യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്നു. ദയാകടാക്ഷമുള്ളവനായി നമ്മൾ മാറുന്നു. ഇത് ദൈവത്തിൽ കൂടെ, ക്രിസ്തുവിൽ കൂടെ കിട്ടുന്നതായ ഒരു വലിയ അനുഭവമാണ്. മറ്റൊരു ദൈവങ്ങളിലും, മറ്റൊരു മതങ്ങളിലും, മറ്റൊരു വിശ്വാസത്തിലും ഇല്ലാത്ത ഒരു പുതിയ വിശ്വാസം. എന്താണ്? മനുഷ്യനെ ദയാകടാക്ഷമുള്ളവനാക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്ത്യാനിറ്റി. ദാറ്റ് ഈസ് കോൾഡ് ദ റിയൽ ഡോക്ട്രിൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതില്ലാതെയും നമുക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാം. ഇതില്ലാതെയും നമുക്ക് വിശ്വാസിയായിട്ട് ജീവിക്കാം. ഇതില്ലാതെയും നമുക്ക് വിശ്വാസ ജീവിതത്തിൽ വലിയവരെന്ന് സാക്ഷ്യപ്പെടുത്താം. നല്ല പേരുകളൊക്കെ സമ്പാദിക്കാം. But that will not remain for every day. One day there will be a full stop for every blessings. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഒരിക്കലും നിന്നു പോകാത്ത ഒരു ഉറവ ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി, ആത്മാവിന് അധിഷ്ഠിതമായി എഴുത്തുകാരൻ എഴുതിയിരിക്കുകയാണ്. അനുഭവങ്ങൾ, അനേക ഇടങ്ങളിൽ പോയി പലരെ പരീക്ഷിച്ചു, പലരുടെ ജീവിതങ്ങൾ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ദയാകടാക്ഷമുള്ളവനേവനോ അവൻ അനുഗ്രഹിക്കപ്പെടുന്നു, അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു. നീതിമാന്റെ സന്തതി അപ്പം വരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. തൻ്റെ ആഹാരത്തിൽ നിന്ന് അവൻ അഗതിക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുന്നുവല്ലോ. ഇതിന്മേലെ നിനക്കുള്ളതിൽ നിന്ന് എന്തെങ്കിലും ചെലവഴിച്ചാൽ അത് ഞാൻ തിരികെ വരുമ്പോൾ തരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തെ ഗ്രഹിക്കുവാൻ ദൈവം ധാരാളം കൃപ ക്രിസ്തുയേശുവിൻ്റെ ആത്മാവിനാൽ നമുക്ക് ലഭ്യമാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.